നെഗറ്റീവ് എനർജിയെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഒരുപാട് ആളുകൾ പല സമയങ്ങളിലായി എന്നോട് ചോദിച്ച ചോദ്യമാണിത്. വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അതിനുള്ള ഒരു ഉത്തരം ഇതാണ്: നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടോ, നെഗറ്റീവ് എനർജിയെ അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണ്, ഒരു തുടക്കക്കാരനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും ഒഴിവാക്കുന്നതിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെയൊക്കെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ലീഡേഴ്സും ഇത് തന്നെയായിരിക്കും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എല്ലാ ആളുകളും ഇത് തന്നെയാണ് പറയാ. പക്ഷെ ഒരു ഫാക്ട് പറയട്ടെ, നെഗറ്റീവ് എനർജിയെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കില്ല. നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന്? നമ്മൾക്കൊന്ന് നോക്കിയാലോ. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു കാര്യമാണ്. അതിനെ നമുക്കൊരു ഫീലിംഗ് ആയിട്ട് കണക്ട് ചെയ്യാം. നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്ങിനെ ആസ്വദിക്കാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്റെയും നിങ്ങളുടെയൊക്കെ ലൈഫിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി പല രീതിയിൽ, പല സമയങ്ങളിൽ, പല സിറ്റുവേഷനിലൂടെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം അതിനെ ഫീൽ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, അതിനെ നമുക്ക് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റാത്ത ഒരു ഫീലിംഗ് ആണ് അതല്ലേ, അല്ലെങ്കിൽ ഒരു രൂപമില്ലാത്ത ഒരു കാര്യമാണത്. അതിനെ ഫീൽ ചെയ്യാൻ മാത്രമേ നമ്മൾക്ക് പറ്റുള്ളൂ. അതിനെ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അപ്പോൾ ഒരു യഥാർത്ഥ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തികൾ ചെയ്യേണ്ട കാര്യം അതിനെ ഫീൽ ചെയ്യരുത് എന്നത് മാത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആദ്യം തന്നെ അതിജീവിക്കാൻ പഠിക്കേണ്ടത് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു ഫീലിങ്സിനെയാണ്. ഈ കാണുന്ന ഞാൻ എന്ന വ്യക്തി എന്റെ ജീവിതത്തിൽ വരുന്ന നെഗറ്റീവ് എനർജിയെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ള ഒരു 2 കാര്യങ്ങൾ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അതിലൂടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ 2 കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്: നോളജ് ഈസ് ദി പ്രോപ്പർ സൊല്യൂഷൻ. എന്താണ് നോളജ് ഈസ് ദി പ്രോപ്പർ സൊല്യൂഷൻ? നമ്മൾക്ക് ഏത് കാര്യത്തെ കുറിച്ചിട്ടാണോ നല്ല നോളജ് ഉള്ളത് അതിൽ നമ്മൾ കിങ് ആയിരിക്കും. സോ അതിലൂടെ തന്നെ നെഗറ്റീവ് എനർജിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. ഒന്നുകൂടെ ലളിതമായിട്ട് പറയാം, എപ്പോഴാണ് നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുന്നത്, എപ്പോഴാണ് അഫക്ട് ചെയ്യുന്നത്? നമുക്ക് 1-2 സിറ്റുവേഷൻ നോക്കാം. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യത്തിനെതിരെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തി ആ കാര്യത്തിനെതിരെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നു. ആ വ്യക്തി പാസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് എനർജി ആണെന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്താണ്? ആ വ്യക്തി പറയുന്നതാണ് ശരി എന്നുള്ള ഒരു തോന്നലിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ് നമ്മുടെ മൈൻഡിലേക്ക് കറക്റ്റ് കൺവിൻസിങ് ആവുമ്പോഴാണ് നമ്മളും കൂടെ നെഗറ്റീവ് ആവുന്നത്. അത് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് ആ വ്യക്തി പറയുന്നത് ശരിയാണ്, അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ. നമ്മൾ നിൽക്കുന്ന മേഖലയിൽ ഒരു രീതിയിലുള്ള നോളജും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. പ്രോപ്പർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ആ വ്യക്തി കുറച്ച് സമൂഹത്തിൽ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ ആണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് വിശ്വസിക്കുകയും നമ്മുടെ മൈൻഡിലേക്ക് അത് ഡൈവേർട്ട് ചെയ്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലയെ കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ ഒരു മേഖലയെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് പഠിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ഏതൊരു വ്യക്തിയാണെങ്കിൽ പോലും, അത് എത്ര ഉന്നത ഉദ്യോഗസ്ഥനാണ് അല്ലെങ്കിൽ എത്ര ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും, ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നമ്മൾ നിൽക്കുന്ന മേഖലയെ കുറിച്ചിട്ട് ആ വ്യക്തിയേക്കാൾ നോളജ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾക്ക് ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉള്ളിലേക്ക് എത്തുമോ? നമ്മൾ മേ ബി 1-2 കാര്യങ്ങളൊക്കെ അങ്ങടേക്ക് ഇങ്ങടേക്കൊക്കെ പറയും. മേ ബി അതൊരു തർക്കത്തിലേക്ക് നയിച്ചേക്കാം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ആയിട്ട് അവിടെ ഒതുങ്ങി പോയിട്ട് നമ്മൾ ആ ഒരു വ്യക്തിക്ക് നല്ലൊരു നോളജ് പാസ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും ലാസ്റ്റ് കൺവേർഷൻ നടക്കുക, അല്ലെ? അങ്ങനെ ആ വ്യക്തി സെയിലായിട്ട് മാറാനും സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് നോളജ് ഇല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? അദ്ദേഹം പറയുന്ന ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അഥവാ ആ നെഗറ്റീവ് എനർജിയെ നമ്മുടെ ഉള്ളിലേക്ക് ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ആ നെഗറ്റീവ് എനർജിയെ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡു എന്താണ്? പ്രോപ്പർ നോളജ് അക്വയർ ചെയ്യുക, പ്രോപ്പർ അപ്ഡേഷൻ നമ്മൾ നിൽക്കുന്ന മേഖലയെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, എഡ്യൂക്കേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ കാര്യവും ഒന്നാമത്തെ കാര്യമായിട്ട് കണക്റ്റഡ് ആണ്. അവോയ്ഡ് ഓവർ മോട്ടിവേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്നിലേക്ക് തന്നെ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇതാണ്:
നീയാണ് നിന്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആവേണ്ടത്. നിന്റെ ചേഞ്ച് ആണ് നിന്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട് ഉണ്ടാവേണ്ടത്. ബാക്കിയുള്ള ഒരുപാട് ഔട്ടർ എലമെന്റ്സുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ് നമ്മുടെ ചേഞ്ച് തന്നെ ആയിരിക്കണം നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അത്ര അധികം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് സാധ്യമാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോഴും പോകുന്നത് ആ ഒരു റൂട്ടിൽ കൂടെയാണ്. അപ്പോൾ ഓവർ ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത്, നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ, ഉദാഹരണത്തിന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ അപ്ലയൻസിന്റെയും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ വളർച്ച, നമ്മുടെ അപ്ലയൻസിന്റെ അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊരു ഔട്ടർ സൈഡിൽ നിന്ന് നമ്മൾ വിഷ്വലി നമ്മൾ കാണുന്നതിലൂടെ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ആണ്. കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു ഔട്ടർ സൈഡിൽ നിന്നുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കണ്ടു, നമ്മൾക്കും അതുപോലെ ആവണം എന്നുള്ള ഒരു ചിന്ത വന്നു, ഓക്കെ, മുന്നോട്ടേക്ക് പോകുന്നു, നമ്മൾ നന്നായിട്ട് പഠിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അച്ചീവർ ആവുന്നു. ഒരു ഇഷ്യൂയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒന്ന് അവിടെ അത് മാറ്റി വെക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളെ ഒരു പെർട്ടിക്കുലർ ഒന്ന് രണ്ട് ലീഡേഴ്സ് എപ്പോഴും വന്ന് മോട്ടിവേഷൻ ചെയ്യിപ്പിച്ചാൽ മാത്രമേ നമ്മൾ വർക്ക് എടുക്കുന്നുള്ളൂ, ആ വർക്കിൽ നമുക്ക് റിസൾട്ട് ഉള്ളൂ. എപ്പോഴും ഒരു ലീഡറെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൂ. ആ ലീഡറുടെ പ്രസൻസ് ഇല്ലെങ്കിൽ നമ്മൾ തീരെ ഡൗൺ ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയൊക്കെ ആണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ എത്ര കാലം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും? ഒരു ലീഡർ പുഷ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇൻകം ഉള്ളൂ, സെയിൽസ് നടക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു അച്ചീവർ ആവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ പോകുന്ന ആളുകളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ അവർ കുറച്ച് കാലത്തേക്ക് മുന്നോട്ടേക്ക് പോകും. എങ്ങനെയാണ്? കുറെ ആളുകൾ പുഷ് ചെയ്യാനുണ്ട്, കുറെ ആളുകൾ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ആ വ്യക്തിക്ക് കൂടുതലായിട്ടുള്ളത് എന്താണ്? മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ വേണം. എപ്പോ? നമ്മളുടെ സെൽഫ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ് വേണ്ടത്. നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ഒരു തിരിച്ചറിവിലൂടെ കിട്ടുന്ന മോട്ടിവേഷൻ ആണ് സെൽഫ് മോട്ടിവേഷൻ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് ആർക്ക് തന്നെയാണ്? നമ്മൾക്ക് തന്നെയാണ് എന്നതാണ് അതിന്റെ ഒരു അവസാനം വരുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആർക്കാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്? നമ്മൾക്ക് തന്നെയാണ്. നമ്മുടെ ചേഞ്ച് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. അത് ചെറിയ ചേഞ്ച് ആണെങ്കിൽ പോലും അത് നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ആടെയോ പുഷിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. ചില ആളുകളിൽ അത് കുറച്ച് വർഷങ്ങൾ, 1-2 വർഷങ്ങളോളം ആ വ്യക്തി ആ രീതിയിൽ ഒരു ഔട്ടർ മോട്ടിവേഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കും. പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇൻകം സ്റ്റേബിൾ അല്ല, ആ വ്യക്തിക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് നെറ്റ്വർക്കിൽ നമുക്ക് എല്ലാ ലീഡേഴ്സിനെയും പ്രോപ്പറായിട്ട് എപ്പോഴും കിട്ടണമെന്നില്ല. ആ സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് ഇവർ ഡൗൺ ആവാൻ വേണ്ടി തുടങ്ങി. പിന്നീട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഈ വ്യക്തിക്ക് എത്ര തവണ കേട്ട് കഴിഞ്ഞാലും അതൊരു മോട്ടിവേഷൻ എലമെന്റ് ആയിട്ട് ഫീൽ ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ഈ വ്യക്തി അതിലൂടെയാണ് ഇത്ര നാൾ പോയത്. അത് ഇല്ലാതാകുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ പിന്നീട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ആണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. അപ്പൊ ആ വ്യക്തിക്ക് കിട്ടുന്ന കുറെ തിരിച്ചറിവുകളുണ്ട്. അത് തന്നെയാണ് പിന്നീട് പല ആളുകളും മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടും ഈ വ്യക്തി മോട്ടിവേഷൻ ആവുന്നില്ല എന്ന് പറയുന്നത്. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്രയൊക്കെ മോട്ടിവേഷൻ കിട്ടിയാലും പിന്നെ അതൊരു മോട്ടിവേഷൻ ഫാക്ടർ ആയിട്ട് അഫക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ പലരിലും കാണുന്നുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലാണെങ്കിൽ പൊതുവെ ഇങ്ങനെയുള്ള ആളുകളിൽ കണ്ടുവരുന്നത്, ഓവറായിട്ട് മോട്ടിവേഷൻ കിട്ടി അതിലൂടെ മാത്രം മുന്നോട്ട് പോയ വ്യക്തികൾ പിന്നീട് മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് അഫക്ട് ചെയ്യാത്ത രീതിയിലേക്ക് മാറുകയും പിന്നീട് അത് തമാശയിലേക്ക് മാറുകയും പിന്നീട് അവിടെ നിന്ന് അത് സ്വിച്ച് ചെയ്ത് ഒരു വെറുപ്പിലേക്ക് മാറുകയും പിന്നീട് അതൊരു പുച്ഛത്തിലേക്ക് മാറുകയും ഈ ഇൻഡസ്ട്രി തന്നെ ക്വിറ്റ് ചെയ്ത് മാറുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തുകയും ചെയ്യും. അപ്പോ ഒരു പരിധി വരെ പല കാര്യങ്ങളിൽ നിന്ന് നോക്കിയും കണ്ടും മോട്ടിവേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ പരിധിയിൽ അപ്പുറത്തേക്ക് നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആരുടെയും കൈസഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ലീഡർ ആയിട്ട് നിൽക്കാനുള്ള മോട്ടിവേഷൻ അല്ല വേണ്ടത്. എന്താണ്? എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവ്. ആ എഡ്യൂക്കേഷൻ ആണ് സുഹൃത്തുക്കളെ നമ്മളെ ദീർഘകാലത്തേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിർത്തുന്നതും മുന്നോട്ടേക്ക് നയിക്കുന്നതും ഇന്നർന്ന് കിട്ടുന്ന സെൽഫ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതും. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അങ്ങനെ ഒരു ഇന്നർ മോട്ടിവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്തരത്തിൽ നോളജ് കരസ്ഥമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ന് കേരളത്തിൽ മറ്റൊരാളും ചെയ്യാത്ത രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളാണ് നമ്മൾ എൽബിയൻ ടോക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എൽബിയൻ ടോക്സിന്റെ ബാനറിൽ നെക്സ്റ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോഗ്രാമാണ് BA 1-to-1 King. ഇതിന്റെ സീസൺ 2 ആണ് ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. BA 1-to-1 Kingലെ സീസൺ 1 പ്രോഗ്രാം നമ്മൾ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൌണ്ട് ഒരു 100ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. 100 സീറ്റാണ് നമ്മൾ മാക്സിമം വെക്കുക. പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 95ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിന്റെ സക്സസിന് ശേഷം നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളിലേക്ക് അനൗൺസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് BA 1-to-1 Kingന്റെ സീസൺ 2 പ്രോഗ്രാം.
ജൂലൈ മാസം 1, 2, 3, 4 തീയതികളിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 4 ദിവസത്തെ സൂമിലൂടെയുള്ള ഓൺലൈൻ സെമിനാർ ആണ് ഈ ഒരു പ്രോഗ്രാം. ഈ പറഞ്ഞിരിക്കുന്ന 4 ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു 1-to-1 കിങ് ആയിട്ട് മാറേണ്ടത്, നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ പ്രശ്നങ്ങളെയും നോട്ടീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ആ ഒരു പ്രോഗ്രാം. ഓൺലൈനിലൂടെ വളരെ വ്യക്തമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം തന്നുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ രീതിയിലും ടോപ്പിക്കുകളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അപ്ഡേഷനും അടങ്ങുന്ന പ്രോഗ്രാം ആയിരിക്കും ഈ ഒരു BA 1-to-1 King സീസൺ 2 പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്, വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ഭാഗം സെപ്പറേറ്റ് ഒരു പ്രോഗ്രാം തന്നെയാണ് ഇൻവിറ്റേഷൻ എക്സലൻസ്. നമ്മൾ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യേണ്ടതിന്റെ എല്ലാ രീതിയിലെ കാര്യങ്ങളും, പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും അതിന്റെ വ്യത്യാസങ്ങളും അതിന്റെ അപ്ഡേഷനും എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം പ്രസന്റേഷൻ സ്കിൽസ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രസന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രസന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ഒരുപാട് സെയിൽസ് കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് ആണ് പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ രീതി ആയിക്കോട്ടെ, മാറിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് സെയിൽസ് ക്ലോസിംഗ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായിട്ട് ക്ലോസിംഗ് ടിപ്പുകൾ എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ ക്ലോസിംഗ് ടിപ്പുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലോസിംഗ് ടിപ്പിനെ കുറിച്ചിട്ട് മാത്രം അങ്ങനെ ഒരു വീഡിയോസ് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു 1 വർഷം ബാക്കിൽ അത്തരത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ക്ലോസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഒരു വ്യക്തി പണം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ല ക്ലോസിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വിളിക്കുന്ന സമയം തൊട്ട്, ആദ്യത്തെ മെസ്സേജ് പോകുന്ന സമയം തൊട്ട്, ആദ്യത്തെ കോള് പോകുന്ന സമയം തൊട്ട് ആ വ്യക്തി നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആ ലാസ്റ്റ് പോയിന്റ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ മൊത്ത റിസൾട്ട് തന്നെയാണ് ക്ലോസിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തൊട്ട് തന്നെയുള്ള പല കാര്യങ്ങളും ക്ലോസിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലോസിംഗ് കിട്ടാത്തതിന്റെ റീസൺ അവസാനം നടക്കുന്ന ചില കാര്യങ്ങളായിരിക്കണം എന്നില്ല, ആദ്യം തൊട്ടേ നിങ്ങൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളായിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ പുതിയൊരു ബിസിനസ് ഓപ്പൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുള്ള പല കാര്യങ്ങളും വരുന്നതാണ് ക്ലോസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത്. ക്ലോസിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതി, അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, അതിൽ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ ഭാഗത്ത്. അപ്പോ എന്താണ് ഈ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഒരുപാട് ഇല്ലീഗൽ കമ്പനികൾ, ഒരുപാട് ആളുകൾ, അല്ലെ, ഇവരൊക്കെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിലുള്ള സ്കാം പ്രോജക്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കാം പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആളുകൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ഒരുപാട് സെയിൽ ഉണ്ടാക്കുന്നുണ്ട് അൺഎത്തിക്കൽ പരമായിട്ട്, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ജെന്യൂൻ ആയിട്ട് ലീഗാലിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ എത്ര ഡയറക്ട് സെല്ലേഴ്സ് സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്രത്തോളം ചാൻസ് സോഷ്യൽ മീഡിയയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് വളർത്താം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ് സെഷൻ. അടുത്തൊരു ഭാഗമാണ് ന്യൂ ഐഡിയാസ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ, നമ്മൾ ഫിസിക്കലായിട്ട് ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി പുതിയ പുതിയ സ്ട്രാറ്റജികളും പുതിയ പുതിയ ഐഡിയകളും ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പുതിയ സെയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാരെ പോലെയും നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഒതുങ്ങി കൂടുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പുതിയ ആ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ അതിനെ കൺവേർഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അടുത്തൊരു ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ബിഗിനർ ആയിക്കോട്ടെ, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ലീഡർ ആയിക്കോട്ടെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപോലെയുള്ള ഒരു കാര്യമാണ് ഒബ്ജക്ഷൻ. ശരിക്കും ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ നമ്മൾക്കുണ്ട്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം സമയം എടുത്തിട്ട് 48ഓളം ഒബ്ജക്ഷൻസ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷനും കൂടെ കിട്ടുന്ന സമയത്ത് BA 1-to-1 King എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു ഡെഫിനേഷനെ അർത്ഥവത്താവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു തവണ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ
രണ്ടാമത്തെ സീസണാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. സീറ്റുകൾ വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു വേർഡ് ഇതാണ്: നിങ്ങൾക്ക് എത്ര നേരത്തെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ അത്രയും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ആരുടെ മുമ്പിലും തലകുനിക്കാതെ ഈ ഒരു ബിസിനസ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അത് എത്ര നേരത്തെ കിട്ടുവാണെങ്കിൽ അത്രയും ഈസിയാണ് സെയിൽ എടുക്കാൻ, അത്രയും നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതായിരിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പ്രോഗ്രാമിൽ.